ആദായനികുതി ഓഫീസിലേക്ക് സഹകാരികൾ മാർച്ച് നടത്തി. സഹകരണ മേഖലയെ തകർക്കുന്ന ആദായനികുതി വകുപ്പിന്റെ ശ്രമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കേരള പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി അസോസിയേഷനും കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയനും സംയുക്തമായി ആദായനികുതി വകുപ്പ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK സുധാകരൻ ഉദ്ഘാടനം ചെയ്തു. പ്രാഥമിക കാർഷിക വായ്പാ സഹകരണ സംഘങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസിനെ, നമ്മുടെ സർവീസ് ബാങ്കുകളെ ഇൻകം ടാക്സിൽ നിന്ന് ഒഴിവാക്കുന്നതായിരുന്നു. എന്നാൽ ഇന്ന് ആ വകുപ്പ് ഇവിടെ ബാങ്കിംഗ് നിയമ ഭേദഗതിയുടെയും മറ്റും ഭാഗമായി ഇല്ലാതാവുകയും സഹകരണ ബാങ്കുകൾക്ക് ഉള്ള പരിരക്ഷ എടുത്തു കളയുകയും ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു നീക്കം ഇവിടെ നടക്കുന്നത്. K. ജനാർദ്ദനൻ, ജയൻ, മോഹനൻ, പുരുഷോത്തമൻ എന്നിവർ സംസാരിച്ചു. നഴ്സുമാർക്ക് ആനുകൂല്യം നൽകണമെന്ന് വലിയ ആവേശത്തോടെ പറയുക മാത്രമാണ് സർക്കാർ ചെയ്യുന്നതെന്ന് CITU നേതാവ് A. പ്രഭാകരൻ പറഞ്ഞു. ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ആൾക്കാർ തന്നെ 1000 നാവോടുകൂടിയാണ് ഈ മേഖലയിലെ സഹോദരിമാർ അനുഷ്ഠിക്കുന്ന ആ സേവനത്തെ സംബന്ധിച്ച് സംസാരിക്കുക. പക്ഷെ അവരുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും സേവന വേതന വ്യവസ്ഥകളും ഒക്കെ പരിഷ്കരിക്കുന്ന കാര്യത്തിൽ ഒരു പഴഞ്ചൻ പ്രാചീന തരം വെച്ചുകൊണ്ട് ഒരു ജന്മി നാടുവാഴ്ത്ത കാലഘട്ടത്തിലെ പെരുമാറ്റത്തിൻ്റെ രീതി അനുവർത്തിക്കുന്നത് വളരെ പരിതാപകരമായ ഒരു അവസ്ഥയാണ് എന്നതിനെ സംബന്ധിച്ച് അവർക്ക് ഇനിയും വീണ്ടും വിചാരം വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. കേരള ഗവൺമെന്റ് നഴ്സസ് അസോസിയേഷൻ നടത്തിയ കൂട്ടധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഴ്സുമാരുടെ പ്രൊമോഷൻ അനുവാദം അട്ടിമറിക്കാതിരിക്കുക, ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ പ്രൊമോഷൻ നടത്തുക, വിലക്കയറ്റം തടയുക, PSC നിയമനം ത്വരിതപ്പെടുത്തുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കൂട്ടധർണ നടക്കുന്നത്. ജില്ലാ പ്രസിഡന്റ് K. സുധ അധ്യക്ഷത വഹിച്ചു. MP കൈരളി, ഗ്രേസി, ജയശ്രീ, PR പരമേശ്വരൻ, M. ലക്ഷ്മി, സിക്കന്ദർ ബാബു എന്നിവർ സംസാരിച്ചു. കേരള ബാലശാസ്ത്ര കോൺഗ്രസിന്റെ യോഗം പാലക്കാട് നടന്നു. ജില്ലാതല സബ് ജില്ലാതല ശാസ്ത്രമേളയുടെ ഭാഗമായിട്ടാണ് കേരള ബാലശാസ്ത്ര കോൺഗ്രസ് യോഗം ചേർന്നത്. സ്കൂളുകളിലെ സയൻസ് ക്ലബ്ബുകളുടെ പ്രവർത്തനം ഊർജിതപ്പെടുത്തി കുട്ടികളെ മേളയ്ക്ക് സജ്ജരാക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഡോക്ടർ PS പ്രദീപ്, ഡോക്ടർ PS പണിക്കർ, പ്രകാശ് നാരായണൻ, മേജർ രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ആലത്തൂർ മർക്കസ് അക്കാദമി കൾച്ചറൽ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ട്രാഫിക് ബോധവത്കരണം നടത്തി. ആലത്തൂർ ടൗൺ കേന്ദ്രീകരിച്ചായിരുന്നു ട്രാഫിക്കിന്റെ ബോധവത്കരണവും റോഡ് സുരക്ഷയെക്കുറിച്ചുള്ള കൈപ്പുസ്തകത്തിന്റെ വിതരണവും സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ റഹീം, അൻഷാദ്, ബാദുഷ തുടങ്ങിയവർ നേതൃത്വം നൽകി. അബ്ദുൽ സലാം മാസ്റ്റർ, ബിനു മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. അക്കാദമി എന്ന കോളേജിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ RD ഓഫീസർ കഴിഞ്ഞ ദിവസം വന്നിരുന്നു. ഞങ്ങളെ കുറേ ബോധവൽക്കരിപ്പിച്ചു. റോഡിലൂടെ എങ്ങനെ നടക്കണമെന്നും ട്രാഫിക്കിലൂടെ പോകുമ്പോഴുള്ള കാരണങ്ങളും ഡ്രൈവർമാർ സൂക്ഷിക്കേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞു തന്നു. അവർ ഞങ്ങൾക്ക് കുറച്ച് ബുക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഞങ്ങൾ കഴിയുന്നവരെ ഞങ്ങൾ കുറച്ച് പേര് ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ എല്ലാ ഡ്രൈവർമാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ഈ ബുക്ക് കൊടുക്കുന്നു. ഇതിൽ കേരള ശങ്കുന്തർ മഹാജന സംഘം വാർഷിക സമ്മേളനം 29-ന് പാലക്കാട്ടെ നളന്താപുരി ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള ശങ്കുന്തർ മഹാജന സംഘം വർഷം തോറും നടത്തിവരാറുള്ള സമ്മാന സഹായദാന സമ്മേളനം, വാർഷിക സമ്മേളനം എന്നിവയ്ക്ക് പുറമെയാണ് പ്രത്യേക 25ാം വാർഷിക സമ്മേളനം സംഘടിപ്പിക്കുന്നത്. യൂണിറ്റ് ഭാരവാഹികളും പ്രതിനിധികളും അടങ്ങുന്ന തരത്തിൽ വിപുലമായ സമ്മേളനത്തിനുള്ള സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. തെന്നിന്ത്യ സംഘത്തിന്റെ പ്രാതിനിധ്യത്തോടെയാണ് സമ്മേളനം നടക്കുക. 29-ന് രാവിലെ 10 മണിക്ക് പാലക്കാട് നളന്താപുരി ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റ് കാർത്തികേയൻ, M. തിരുനാവക്കരശ്, നാരായണൻ, M. രാമൻ എന്നിവർ സംസാരിച്ചു. ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ സെല്ലിന്റെ ആംബുലൻസ് സേവനം ഷാഫി പറമ്പിൽ MLA ഉദ്ഘാടനം ചെയ്തു. പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ചാണ് ആംബുലൻസ് സർവീസിന്റെ ഉദ്ഘാടനം നടന്നത്. ഷാഫി പറമ്പിൽ MLA ഫ്ലാഗ് ഓഫ് ചെയ്തു. എല്ലാ മനുഷ്യരും ചെയ്യാൻ കഴിയാവുന്ന കുറച്ച് ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിന്റെ ഭാഗമായി ഈ പ്രസ്ഥാനം ഇവിടെ ഏറ്റെടുത്ത ഉത്തരവാദിത്തം എൻ്റെ എല്ലാ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നു. താങ്ക് യു. സംസ്ഥാന പ്രസിഡന്റ് PR സൂര്യനാരായണൻ, സെക്രട്ടറി കരിമ്പിയിൽ പ്രേംജിത്ത്, S. മുഹമ്മദ് റാഫി എന്നിവർ സംസാരിച്ചു. സാറ്റ്വി ന്യൂസിലെ പ്രധാന സംഭവങ്ങളിലേക്ക് ഒരിക്കൽ കൂടി.
രാജ്യം പുരോഗതി പ്രാപിച്ചു എന്ന് കാണിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ കണക്കിലെ കളികൾ നടത്തുകയാണെന്ന് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകൻ CR നീലകണ്ഠൻ. 7 ലക്ഷം രൂപയുടെ അമോണിയം നൈട്രേറ്റും കടത്താൻ ശ്രമിച്ച പ്രതികളും അറസ്റ്റിൽ. ക്ഷേമനിധികളുടെ പ്രവർത്തനത്തെ തകർക്കുക എന്നതാണ് എക്കാലത്തും UDF നയമെന്ന് M. ചന്ദ്രൻ MLA. 10ാം ക്ലാസ്സുകാരിയെ മകളെ പീഡിപ്പിച്ച പിതാവിനെ അറസ്റ്റ് ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.